ഹായ്, നമസ്കാരം. ജിതിനുണ്ടെങ്കിലും ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഡയറക്റ്റ് സെല്ലറാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ തീർച്ചയായും അത് നിങ്ങളുടെ അടുത്തേക്ക് കൂടി ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എല്ലാ സമയത്തും നമുക്കറിയാം, കേരള നിയമസഭയിൽ എപ്പോഴും മന്ത്രിസഭ കൂടുന്ന സമയത്ത് അവിടെ ചോദ്യോത്തര വേളകൾ നടക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ചോദ്യോത്തര വേളയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം നമുക്കറിയാം, ഒരുപാട് വർഷങ്ങളായിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ എല്ലാ ആളുകളും അകറ്റി നിർത്തിക്കൊണ്ടിരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയെക്കുറിച്ചാണ് ഇന്ന് 17/3/2025 ഇന്ന് കേരള നിയമസഭയിൽ എന്ത് ചെയ്തത്, സംസാരിച്ചത് ചോദ്യോത്തരവേളയിൽ. അപ്പോൾ അത്രമാത്രം മാറ്റങ്ങളാണ് ആ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരു 10-15 വർഷം മുമ്പ് വരെ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്യുന്ന ആളുകളെ പോലീസുകാർ തേടിപ്പിടിച്ച് അവരെ വീട്ടിൽ വരെ പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത്. പക്ഷെ അതൊക്കെ ഇന്ന് മാറി. ഇന്ന് ഈ പറയുന്ന ഇൻഡസ്ട്രിക്ക് കേരളത്തിൽ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം കൊണ്ടുവന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിച്ചത്. അപ്പോൾ ആ ഒരു ചോദ്യോത്തരവേളയിൽ 4 പേരാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. ഒന്ന് VR സുനിൽകുമാറാണ്, അതുപോലെ E ചന്ദ്രശേഖരൻ, മുഹമ്മദ് മൊഹസിൻ, അതുപോലെ CC മുകുന്ദൻ. ഈ 4 പേരാണ് ഇന്ന് ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്കുള്ള എന്താ പറയുക, നല്ല ക്ലിയർ കട്ടായിട്ടുള്ള ഉത്തരം നമ്മുടെ എന്താ പറയുക, ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി മിസ്റ്റർ GR അനിൽ സാറ് വളരെ കൃത്യമായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഞാനും ആ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായും എന്നെപ്പോലെ തന്നെ ഈ ഒരു ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഏറ്റവും കൂടുതൽ സന്തോഷം നൽകും. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളത് കേൾക്കുക. നിങ്ങൾ ഇനിയും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഏതെങ്കിലും ഒരു നല്ല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയായിട്ട് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം, ഈ അടുത്ത് തന്നെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു ചോദ്യോത്തര വേളയിൽ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ആ ഒരു വീഡിയോ തുടർന്ന് നിങ്ങൾ കാണുക. അതോടൊപ്പം ഈ ഒരു ചാനൽ ഇനിയും അങ്ങോട്ട് ഡയറക്റ്റ് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പുതിയ അപ്ഡേഷൻസിനും കാര്യങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിലവിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളുക. കാരണം തീർച്ചയായും പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ ഈ ഒരു ചാനലിൽ വന്നിരിക്കും. ഓക്കെ. ചോദ്യം നമ്പർ 304, ശ്രീ VR സുനിൽകുമാർ, ഭക്ഷ്യ വിതരണ പൊതു വകുപ്പ് മന്ത്രി. സർ, A&B സാമ്പത്തിക നയപരിഷ്കരണങ്ങൾ, ആഗോള വിപണി സാധ്യതകൾ, പുത്തൻ സാങ്കേതിക വിദ്യയുടെ ആവിർഭാവം തുടങ്ങിയവ മൂലം സേവനങ്ങളുടെയും സാധനങ്ങളുടെയും വിപണി വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. സർ, സ്റ്റേബിൾ ചെയ്യുന്നോ? താങ്ക് യു. ശ്രീ VR സുനിൽകുമാർ. സർ, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളെയും ഡയറക്റ്റ് സെല്ലർമാരെയും നിരീക്ഷിക്കുന്നതിനായി മോണിറ്ററിംഗ് സംവിധാനം രൂപീകരിച്ചതായി പറഞ്ഞുവല്ലോ. ഇപ്രകാരം ഒരു സംവിധാനത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച സാഹചര്യം വിശദമാക്കാം. യെസ് മിനിസ്റ്റർ. സർ, 2021 ഡയറക്റ്റ് സെല്ലിംഗ് കേന്ദ്ര ചട്ടങ്ങൾ കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന സർക്കാരുകൾ ഒരു നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് പ്രസ്തുത ചട്ടങ്ങളിലെ ചട്ടം 11 നിഷ്കർഷിക്കുന്നുണ്ട്. സർ, ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ നിരീക്ഷണ സംവിധാനവും മാർഗരേഖയും രൂപീകരിച്ചത്. ഈ സംവിധാനം ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഉപഭോക്താക്കളെ സഹായിക്കുന്നു. കൂടാതെ ചട്ടങ്ങൾ കൃത്യമായി പാലിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് അവരുടെ വിശ്വാസ്യത ഉപഭോക്താക്കളെ ബോധ്യപ്പെടുത്തുവാനും സഹായിക്കുന്നു. സർ, ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു ജനവിഭാഗം തൊഴിലെടുത്തു വരുന്നു. ഈ മേഖലയിലേക്ക് നിയമപരമായ പരിരക്ഷ നൽകുന്നതിലൂടെ ഇനിയും ധാരാളം ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നുവരും. ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ? സർ, ഇന്ത്യയിൽ ഡയറക്റ്റ് സെല്ലിംഗിന്റെ ഭാവി വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. വരും വർഷങ്ങളിൽ ഈ വ്യവസായം മെച്ചപ്പെടുമെന്നാണ് കാണുന്നത്.
ഇത് സ്വാഭാവികമായും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സർക്കാരിന് നികുതി വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യും. ഉപഭോക്തൃ താൽപ്പര്യം സംരക്ഷിക്കുക എന്നതാണ് വകുപ്പിന്റെ ഉത്തരവാദിത്വം. ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ തൊഴിൽ സംരക്ഷണവും ക്ഷേമവും തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ആവശ്യമുള്ള പക്ഷം ആ വകുപ്പുമായി ആ വിഷയം ചർച്ച ചെയ്യുന്നതാണ്. സർ, ശ്രീ ഇ ചന്ദ്രശേഖരൻ. സർ, ഡയറക്റ്റ് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിട്ടുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ പരിശോധനയെ കണ്ടെത്തുന്ന, നിരീക്ഷണത്തെ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? അത് കാര്യങ്ങൾ വിശദീകരിക്കാം. യെസ് മിനിസ്റ്റർ. സർ, കമ്പനികളുടെ എൻറോൾമെന്റ്, ഡയറക്റ്റ് സെല്ലിംഗ് റൂൾസ് വയലേഷൻ സംബന്ധിച്ച് പരാതി സ്വീകരിക്കൽ, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ നടത്തുന്ന നികുതി വെട്ടിപ്പ്, മറ്റ് അനഭിലഷണീയ കച്ചവട പ്രവണതകൾ എന്നിവ സംബന്ധിച്ച് ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടി ഉറപ്പുവരുത്തുക. സംശയാസ്പദമായ കമ്പനികൾ, ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നതൊക്കെയാണ് സർ മോണിറ്ററിംഗ് അതോറിറ്റിയുടെ ചുമതലകൾ. നിരീക്ഷണത്തിൽ കണ്ടെത്തുന്ന പിഴവുകൾ തിരുത്താൻ കമ്പനികൾക്കും ഡയറക്റ്റ് സെല്ലേഴ്സിനും നിർദ്ദേശം നൽകുകയും നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ നിർവഹണ ഉദ്യോഗസ്ഥർ മുഖേന ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും. യെസ് മിനിസ്റ്റർ. മിനിസ്റ്റർ. യെസ് ശ്രീ മുഹമ്മദ് മൊഹസിൻ. സർ, ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ഇപ്പോൾ ആ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. മോണിറ്ററിംഗ് സംവിധാനത്തിൻ്റെ കാര്യവും പറഞ്ഞു. പക്ഷേ ഈ മേഖലയിൽ ഒട്ടേറെ തട്ടിപ്പുകൾ നടക്കുകയും ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്, ഒരു വസ്തുതയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉപഭോക്തൃ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത്? ഈ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നത് അത് നിരീക്ഷിക്കാനും അതോടൊപ്പം തന്നെ അതിൽ പരാതി ഉള്ളത് ഗുണഭോക്താവിന് അല്ലെങ്കിൽ ഉപഭോക്താവിന് അത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഈ മോണിറ്ററിംഗ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സർ, നിരവധി തട്ടിപ്പുകളും ഉപഭോക്തൃ ചൂഷണങ്ങളും ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് സർ. അതൊരു വസ്തുത തന്നെയാണ്. അതുതന്നെയാണ് ഇത്തരത്തിൽ ശക്തമായ ഒരു നിരീക്ഷണ സംവിധാനം രൂപീകരിക്കുന്നതിന് സർക്കാരിനെ പ്രേരിപ്പിച്ചത്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ ഉപഭോക്തൃകാര്യ വകുപ്പിൽ എൻറോൾ ചെയ്യണമെന്ന് മാർഗരേഖ നിഷ്കർഷിക്കുന്നുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം യോഗ്യരായ കമ്പനികളുടെ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. അത്തരത്തിൽ എൻറോൾ ചെയ്യുന്ന കമ്പനികളുടെ ലിസ്റ്റ് പരിശോധിച്ച് ഉപഭോക്താവിന് കമ്പനിയുടെ വിശ്വാസ്യത ബോധ്യപ്പെടാവുന്നതാണ്. അറിവുണ്ടായിരിക്കുക എന്നതാണ് ചൂഷണം ഒഴിവാക്കുന്നതിന് അടിസ്ഥാനപരമായി വേണ്ടത്. ഇത്തരത്തിലുള്ള അറിവ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ മോണിറ്ററിംഗ് സംവിധാനത്തിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. സർ, ബഹുമാന്യ മുഖ്യമന്ത്രി നേരത്തെ ചില മറുപടി പറഞ്ഞ് നമ്മളെല്ലാം കേട്ടതാണ്. തട്ടിപ്പുകളെല്ലാം ഒഴിവാക്കാൻ നമ്മൾ വിചാരിച്ചാൽ മാത്രം കഴിയില്ല. ഉപഭോക്താക്കൾ അതിനെ സംബന്ധിച്ച് ജാഗ്രത ഉണ്ടായാൽ മാത്രമേ അതിന് കഴിയൂ എന്നുള്ളതാണ് സത്യം. ശ്രീ സി സി മുകുന്ദൻ. സർ, ഡയറക്റ്റ് സെല്ലുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് അതോറിറ്റി രൂപീകരണത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ ഉൾപ്പെട്ടവരുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും തേടിയിട്ടുണ്ടോ? വിശദമാക്കാമോ? സർ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകൾ, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ അസോസിയേഷനുകൾ എന്നിവയുടെ പ്രതിനിധികളുമായി നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു സർ. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി വകുപ്പ് ഈ വിഷയത്തിൽ ഒരു ശില്പശാലയും സംഘടിപ്പിച്ചിരുന്നു. അത്തരത്തിൽ സ്വരൂപിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി പരിഗണിച്ചാണ് മോണിറ്ററിംഗ് സംവിധാനത്തിന്റെ മാർഗരേഖ സർക്കാർ തയ്യാറാക്കിയത്. ശ്രീ മഞ്ഞളാംവേലി. സർ, ഈ 2021 കേന്ദ്ര ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാനത്തും ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ആരംഭിച്ചിട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു. സർ, എന്നിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെയും കൃത്യമായ മേൽവിലാസമില്ലാതെയും ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ സംസ്ഥാനത്ത് ഇപ്പോഴും സജീവമാണ്. ഇതിൽ കൂടുതൽ ഉൾപ്പെടുന്നത് സർ ചെറുപ്പക്കാരാണ്. അവരുടെ പർച്ചേസിങ് ഹാബിറ്റ് തന്നെ മാറി. ഡയറക്റ്റ് ഷോപ്പിലേക്ക് പോകുന്നില്ല, വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇവരൊക്കെ വളരെ വലിയ പ്രശ്നത്തിലേക്കാണ് എത്തിപ്പോകുന്നത് സർ. അപ്പോൾ ഇതുവരെ ഈ മോശമായിട്ടുള്ള കമ്പനികൾ അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമോ? ഈ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ ലിസ്റ്റ് മോണിറ്ററിംഗ് സെറ്റിൽ ഉണ്ടായിരിക്കും, അത് പ്രസിദ്ധീകരിക്കുമോ? മോശമായ കമ്പനികളെയും ചീത്ത കമ്പനികളെയും സർ വേറിട്ട് അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, ഞാൻ നേരത്തെ വിശദീകരിച്ചു ആ വിഷയം. ഈ സംവിധാനം നമ്മൾ ആദ്യമായിട്ടാണ്, ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് എത്തുന്നത്. ഇത് ആരംഭിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. അതിനെ സംബന്ധിച്ചുള്ള ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. യഥാർത്ഥ
ഉപഭോക്താവിന് അടുക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്നും എന്നുള്ള വ്യക്തമായിട്ടുള്ള വിവരം പ്രസിദ്ധീകരിക്കുന്നതാണ്.